ഭഗവാന്റെ ശിവരാത്രി മഹോത്സവം നടക്കുകയാണ്. എല്ലാവരും നന്നായി ഈ പൂജ ഭംഗിയായി ചെയ്യാനും പൂർത്തീകരിക്കാനും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ 3 ഓങ്കാരം ചൊല്ലി അതോടൊപ്പം തുടങ്ങും. എല്ലാവരും നല്ല ഉച്ച ചൊല്ലിച്ച് ചൊല്ലിക്കണം. ശ്വാസം പൂർണ്ണമായി നടത്തിയിട്ട് സാധാരണ ഓങ്കാരം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കാം. ഞാൻ ചൊല്ലി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശ്വാസം വിട്ടോളൂ. ഞാൻ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ശരി. അല്പം പോകും നിങ്ങളുടെ വലത് കൈയിലേക്ക് എടുക്കുക. നമ്മളൊരു മഹാസങ്കല്പം ചെയ്യാൻ പോകും. എന്തിനു വേണ്ടി ഈ പൂജ ചെയ്യുന്നു എന്നതിന്റെ സങ്കല്പമുണ്ട്. എല്ലാവരും ഒന്ന് നിവർന്നിരുന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ശുക്ലാംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സ്മൃതി ദേവത അനുഗ്രഹാർത്ഥം ശ്രുതി ദേവത അനുഗ്രഹാർത്ഥം ഗുരുകൃപ കടാക്ഷ സിദ്ധ്യർത്ഥം ഗോപാല മന്ത്രസമേത സമൂഹ അർച്ചന പൂജ മഹാസങ്കല്പം ആചാര്യമുഖേന അഹം കരിഷ്യാമി. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ശ്രീ നാരദ ഋഷി അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ വിദ്യാഗോപാല മഹാവിഷ്ണു ദേവത ഇതി വിദ്യാഗോപാല അർച്ചന മഹാസങ്കല്പം കരിഷ്യാമി. തൊഴുതുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം ആ പുഷ്പങ്ങൾ വിളക്കിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. എല്ലാവരും അവരവരുടെ അമ്മയെ മാതാവിനെ ഒന്ന് മനസ്സിലാക്കുക. സാവധാനം അമ്മയുടെ ദുഃഖം, അഭിരുചി, സന്തോഷം, സ്നേഹം എല്ലാം ഒന്ന് മനസ്സിലാക്കുക. അമ്മ നമുക്കെന്നും പ്രിയപ്പെട്ട അമ്മ 10 മാസം നമ്മളെ ചുമന്ന് നമ്മളെ പ്രസവിച്ച് പാലോട്ടി വളർത്തിയ എന്റെ അമ്മ, പിഞ്ചു ശരീരം നോവാതെ കാത്ത എന്റെ അമ്മ, ഇനി ഞാൻ എത്ര തവണ ആ പാദങ്ങളിൽ തൊട്ട് തൊഴുതാലും ഞാൻ അവിടുത്തോട് ചെയ്ത ക്രൂരതകൾ, അവിടുന്ന് കാട്ടുന്ന ക്ഷമയ്ക്ക് അതൊരിക്കലും അതൊരു പരിഹാരമാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയെ ഞാൻ അവിടുത്തെ പാദങ്ങളെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഞാൻ അവിടുത്തോട് ചെയ്തു പോയ സകല അപരാധങ്ങളും അറിഞ്ഞോ അറിയാതെയോ എന്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നോവേൽക്കാനിടയായാൽ അമ്മ, സർവം സഹയായ എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണമേ
മാതൃദേവോ ഭവ, മാതൃദേവോ ഭവ. മനസ്സുകൊണ്ട് ആ പാദങ്ങളെ കൊണ്ട് നമസ്കരിക്കുക. പിതാവ്, എന്റെ ജന്മത്തിന് കാരണബോധനായ എന്റെ അച്ഛൻ, എന്റെ ഈ സുന്ദരമായ ലോകത്ത് എനിക്കെന്നും താങ്ങും തണലുമായി എന്റെ കൂടെ നിന്ന എന്റെ അച്ഛൻ, അച്ഛന്റെ പാദങ്ങളെ മനസ്സുകൊണ്ട് നമസ്കരിക്കുക. എന്റെ പിതാവിനെ എത്ര തവണ ഞാൻ ദേഷ്യത്തോട് നോക്കിയിരുന്നത്, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല അവിടെ നിന്റെ വഴികാട്ടിയാവുകയാണെന്ന്. പിതാവെ ക്ഷമിക്കുക. മനസ്സാ വാചാ കർമ്മണായ എല്ലാ അപരാധങ്ങളെയും ക്ഷമിച്ച് അങ്ങേക്ക് മാപ്പ് നൽകുക. ഓം പിതൃദേവോ ഭവ, ഓം പിതൃദേവോ ഭവ. അച്ഛന്റെ പാദങ്ങളെ മനസ്സുകൊണ്ട് തൊട്ട് നമസ്കരിക്കുക. നമ്മുടെ കുടുംബത്തെ നിലനിർത്തുന്ന കുലദേവതയെ മനസ്സിൽ കാണുക, പ്രാർത്ഥിക്കുക. ഓം കുലദേവതാഭ്യോ നമഃ. വിളക്കിന്റെ ഇടത് ഭാഗത്തായി തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് അറിവ് പകർന്നു തരുന്നത് നമ്മുടെ ഗുരുക്കന്മാരാണ്. എല്ലാ അറിവ് തരുന്ന ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നമുക്ക് ഗുരുക്കളാണ്. ആ ഗുരുവിനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിക്കുക. എല്ലാവരും ഉച്ചത്തിലേക്ക് ചെല്ലുക. ഓം ഗം ഗുരുഭ്യോ നമഃ. ഒരു നിമിഷം നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരെ ഒന്ന് മനസ്സിൽ കാണുക. എല്ലാവരോടും നന്ദി പറയുക. എല്ലാവരുടെയും പാദങ്ങളെ മനസ്സുകൊണ്ടൊന്ന് തൊട്ട് നമസ്കരിക്കുക. നമ്മുടെ അധ്യാപകരെ. വിളക്കിന്റെ വലതുഭാഗത്തായി ഗണപതി ഭഗവാനെ മനസ്സിൽ കാണുക. ഗണപതി ഭഗവാൻ ഈ പൂജയിൽ യാതൊരു വിഘ്നവും വരാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന ദേവനാണ്. ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഈ അർച്ചനയ്ക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓം നിർവിഘ്നമസ്തു. നിങ്ങളെല്ലാവരും കണ്ണുകണ്ടച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ ഒരു കൊച്ചു താമരപ്പൂവിനെ കാണുക. ആ താമരപ്പൂവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നതായി കാണുക. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മടിയിൽ സരസ്വതി ദേവി ഇരിക്കുന്നതായി കാണുക. ആസീന ശ്വേതപത്മേ സ്മിത മധുരമുഖോലാളയൻ വാമധോഷ്ണു വാണീമുത്പ്രേക്ഷമാണാം ജിതഹസിതലസച്ചന്ദ്രികാം അംഗസംസ്ഥാം വക്രേ ശംഖം നിവേശ്യ ധ്വനിഭിരവിരതത്കർണരന്ധ്രം ജനാനാം വിഭ്രാണപീതവസ്ത്രം വിതരതുവ ഭവതാം വാഗ്വിഭൂതിം മുകുന്ദ. വെളുത്ത താമരപ്പൂവിലിരിക്കുന്നവനും മന്ദഹാസം കൊണ്ട് മനോഹരമായ മുഖകമലത്തോടു കൂടിയവനും പുഞ്ചിരിച്ചുകൊണ്ട് മടിയിലിരിക്കുന്ന വിദ്യാദേവതയെ ഇടം കൈയാൽ ആലിംഗനം ചെയ്യുന്നവനും വലത് കൈകൊണ്ട് ശംഖ് തന്റെ വദനാരവിന്ദങ്ങളിൽ വെച്ച് ശംഖധ്വനി മുഴക്കിക്കൊണ്ട് ജനങ്ങളുടെ കർണപിടങ്ങളെ അടയ്ക്കുന്നവനും മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നവനുമായ മുകുന്ദൻ, ഞങ്ങൾക്ക് വാഗ്വിലാസം ഉണ്ടാകട്ടെ. ആ വിദ്യാഗോപാല ഭഗവാന് യഥാവിധി പൂജിക്കാനും അർച്ചന ചെയ്യാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സുകൊണ്ട് വിദ്യാഗോപാല ഭഗവാന് ചന്ദനം, ജലം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം എന്നിവ നൽകി പൂജിക്കുന്നതായി കാണുക. 3 തവണയായി എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലുക. ഓം വിദ്യാഗോപാലായ നമഃ. ഓം കണ്ടു തുറക്കുക. ഓം ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇടത് കൈയിൽ അല്പം ജലമെടുക്കുക. ഇടത് കൈ ഗ്ലാസ്സിനെ പിടിച്ച് വലത് കൈയിലേക്ക് അല്പം ജലമെടുക്കുക. ആ ജലമെടുത്ത് നിങ്ങൾ വിളക്കിലും നിങ്ങളുടെ ശരീരത്തിലും ചുറ്റുഭാഗങ്ങളും ഒന്ന് തളിച്ച് ശുദ്ധമാക്കുക. അല്പം ജലം കൈയിട്ട് ചുറ്റുഭാഗത്തു നിന്ന് തളിച്ച് ശുദ്ധമാക്കുക. എല്ലാവരും പൂജാദ്രവ്യങ്ങളിലും അല്പം മുഖത്തും ശരീരത്തിലും ഒക്കെ തുടയുക. അല്പം ചന്ദനം മോതിരവിരൽ കൊണ്ടെടുത്ത് ഓം നമോ നാരായണായ എന്ന് ചൊല്ലി നെറ്റിയിലും കഴുത്തിലും ചെവിയിലും ഒക്കെ തൊടുക.
അല്പം പുഷ്പം നിങ്ങളുടെ ഇടത് കൈയിലേക്ക് എടുത്ത് പിടിക്കുക. എന്നിട്ട് 3 തവണയായി ആ പുഷ്പം വിളക്കിന്റെ ചോട്ടിലേക്ക് സമർപ്പിക്കുക. ഇടത് കൈയിലേക്ക് എടുത്ത് പിടിച്ച് വലത് കൈ കൊണ്ട് 3 തവണയായി വിളക്കിന്റെ ചോട്ടിലേക്ക് പുഷ്പം സമർപ്പിക്കുക. 3 തവണ സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് അവിടെ കുത്തി തന്നിരിക്കുന്ന ചന്ദനത്തിരി, ആ ചന്ദനത്തിരി എടുത്ത് ആ വിളക്കിന്റെ പാദങ്ങളെ ഒന്ന് നന്നായി ഒരു 3 തവണ ഒഴിയുക. ധൂപം കൽപ്പയാമി നമഃ. വീണ്ടും ഒരു പുഷ്പം എടുത്ത് ദീപം കൽപ്പയാമി നമഃ. നിങ്ങളുടെ ശരീരം അയച്ചിടുക, പൂർണ്ണമായും അയച്ചിടുക. മനസ്സ് സ്വസ്ഥമാക്കുക. ഇവിടെ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളുടെ പാദത്തിന്റെ കാൽവിരലുകളിലേക്ക് വരിക. കാൽവിരലുകളെ ശ്രദ്ധിക്കുക. കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരിക. കാൽപാദങ്ങൾ അയഞ്ഞിരിക്കുക. കാൽപാദങ്ങൾ സാവധാനം അയച്ചിടുക. ശരീരം പൂർണ്ണമായും അയച്ചിടുക. എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും അയച്ചിടുക. ശരീരം പൂർണ്ണമായും വിശ്രമാവസ്ഥയിലേക്ക്. നിങ്ങളുടെ ശരീരത്തിലെ ശ്വാസങ്ങളെ ശ്രദ്ധിക്കുക. ശരീരം പൂർണ്ണമായും അയച്ചിടുക. കഴുത്ത് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഭാഗങ്ങളെയും പൂർണ്ണമായും നിരീക്ഷിക്കുക. കവിൾക്കടങ്ങളും ചുണ്ടുകളും കണ്ണുകളും. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പുരികത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുവരിക. ആ പുരികത്തിന്റെ സമീപത്ത് പുരികത്തിന്റെ മധ്യത്തിലായി നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരിക. സാവധാനം മുകളിലേക്ക് പോവുക. നമ്മുടെ സൂക്ഷ്മമായ ശരീരം സാവധാനം മുകളിലേക്ക് പോവുകയാണ്. സാവധാനം മുകളിലേക്ക് വരികയാണ്. ഇരുമാട് ഗ്രാമം, വിശാലമായി കിടക്കുന്ന പട്ടണ പ്രദേശങ്ങൾ, അതെല്ലാം നമ്മൾ കാണുക. ഈ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും ഗ്രാമവും എല്ലാം മുകളിലേക്ക് കാണുക. സാവധാനം സാവധാനം നമ്മുടെ സൂക്ഷ്മ ശരീരം മുകളിലേക്ക് പോകും. അന്തരീക്ഷത്തിലെ മന്ദഭാരതന്റെ ശീതള സ്പർശമേറ്റ് ഇപ്പോൾ നമ്മുടെ ശരീരം കുളിരുകോരുകയാണ്. ശരീരം അന്തരീക്ഷത്തിലെ വായുവിൽ ലയിച്ച് സാവധാനമില്ലാതാവുകയാണ്. വീണ്ടും ആ സൂക്ഷ്മ ശരീരം ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുകളിലേക്ക് ഉയരുകയാണ്. അന്തരീക്ഷ മണ്ഡലത്തിന് പുറത്തേക്ക് കടക്കുന്നു. ആകാശത്തിലിരുന്നു കൊണ്ട് ഭൂമിയെയും അന്തരീക്ഷത്തിലെ മറ്റു ഗോളങ്ങളെയും ശൂന്യമായ ആകാശത്തിലെ താരാഗണങ്ങളും നിറഞ്ഞ ആ അനന്തതയിലേക്ക് ലയിച്ചു ചേരുകയാണ്. നമ്മുടെ സൂക്ഷ്മമായ ശരീരം ഒരുമിച്ച് ചേർന്ന് വീണ്ടും അത്യുജ്വല തേജോമയമായ സൂര്യഭഗവാനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ജ്വലിക്കുന്ന സൂര്യതേജസ്സോടുകൂടിയിരിക്കുന്ന സൂര്യഭഗവാൻ സാവധാനം നമ്മുടെ സൂക്ഷ്മ ശരീരം സൂര്യനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യമണ്ഡലത്തിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. സൂര്യമണ്ഡലത്തിൽ നിന്നും പുറത്തു കിടക്കുന്ന നമ്മുടെ സൂക്ഷ്മ ശരീരം സാവധാനം ശൂന്യമായ അന്തരീക്ഷത്തിലൂടെ നീങ്ങി ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങകലെ പർവ്വതങ്ങളും മഹാസമുദ്രങ്ങളെയും കാണുകയാണ്. പതിയെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് താഴ്ന്നു 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 വരികയാണ്. സസ്യശ്യാമള കോമളമായ ഭൗമാന്തരീക്ഷത്തെ ദർശിക്കുക. സാവധാനം സഹ്യപർവ്വത നിരകളിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്.
ചന്ദനമരങ്ങളുടെ സുഗന്ധം നിറഞ്ഞ പർവ്വത പ്രാന്തങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. ആ ചന്ദനത്തിന്റെ ഗന്ധമുള്ള മണ്ണിലേക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരം ലയിച്ചു ചേരുകയാണ്. വീണ്ടും ചന്ദനത്തിന്റെ സുഗന്ധവും ഊർജവും ഉന്മേഷവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സൂക്ഷ്മ ശരീരം പുനർനിർമ്മിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് സപ്തസാഗരങ്ങളിലേക്ക് നീങ്ങുകയാണ്. അറ്റമില്ലാത്ത നീളമേറിയ മഹാസമുദ്രത്തെ കാണുകയാണ്. സൂക്ഷ്മ ശരീരം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അമർന്ന് അമർന്ന് അമർന്നു പോവുകയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് തണുത്ത ജലത്തിലേക്ക് അരിഞ്ഞു ചേരുകയാണ്. ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ തണുത്ത ജലത്തിൽ കുളിർ കൊണ്ട് കോൾമയം കൊണ്ട് ശുദ്ധമായ ആ സൂക്ഷ്മ ശരീരം പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ട് മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. ശിരസ്, മുഖം, കഴുത്ത്, അങ്ങനെ അങ്ങനെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളായി നിരപ്പിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയാണ്. പ്രഭാത സൂര്യന്റെ ഇളം ചൂടുള്ള കിരണങ്ങൾ നനുനിറുത്ത മന്ദമായ തന്റെ മുഖത്ത് തലോടുകയാണ്. സുഖപ്രദമായ അനുഭൂതി. വീണ്ടും നാം മുകളിലേക്ക് ഉയരുകയാണ്. അനന്തവിശാലമായ പാലാഴി, അതിന് നടുവിൽ അനന്തശായിയായി പത്നി സമേതനായി കിടക്കുന്ന മഹാവിഷ്ണുവിനെ ദർശിക്കുകയാണ്. പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഭഗവാനെ നമസ്കരിച്ച് തൊഴുകയാണ്. പാലാഴിക്ക് നടുവിൽ അനന്തരമുകളിൽ വിരാജിക്കുന്ന മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും കൺകുളിർക്ക് കണ്ടുകൊണ്ട് ആ പാദങ്ങളെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടുകയാണ്. സാവധാനം പാലാഴിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് കൈലാസത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഹിമാലയ സാനുക്കളിലെ മാനസ സരോവരത്തിൽ നിന്നും കൈക്കുമ്പളിൽ അല്പം ജലവും താമരപ്പൂക്കളും ശേഖരിച്ച് സാവധാനം കൈലാസപർവ്വതത്തിലേക്ക് നീങ്ങുകയാണ്. സൂര്യന്റെ ശോഭയാൽ സ്വർണ്ണ നിറമാർന്ന് തിളങ്ങുന്ന കൈലാസ പർവ്വതത്തെ ദർശിക്കുകയാണ്. ആ കൈലാസ പർവ്വതത്തിൽ ശിവപാർവതിമാരെ ദർശിക്കുന്നു. പാർവതീ സമേതനായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ താമരപ്പൂക്കളും ജലവും അർപ്പിച്ച് പൂജ ചെയ്യുകയാണ്. ഭഗവാനോട് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ശ്രീ പരമേശ്വര, അങ്ങ് സർവശാസ്ത്രങ്ങളും മന്ത്രങ്ങളും സർവവിദ്യകളും സർവ ഐശ്വര്യങ്ങളും സർവജ്ഞാനങ്ങളും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശിവപാർവതിമാർ നമ്മെ കൈകൾ കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് വിദ്യാഭിവൃദ്ധിക്കായി സരസ്വതി സമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തെ കാട്ടിത്തരുകയാണ്. മഞ്ഞപ്പട്ടുടുത്തുകൊണ്ട് വലതു കൈയിൽ ശംഖം തന്റെ അതിരങ്ങളിൽ വെച്ച് ധ്വനി മുഴക്കിക്കൊണ്ട് കർണപുടങ്ങളെ അടയ്ക്കുന്നവനും പീലിത്തിരുമുടി ചൂടിയ വെളുത്ത താമരയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഗോപാല ദേവത സരസ്വതി ദേവിയെ മടിയിലിരുത്തി ഇടം കൈയാൽ ആലിംഗനം ചെയ്തിരിക്കുന്ന ഭഗവാന്റെ മുഖത്തേക്ക് ചന്ദ്രകാന്തിയെ വെല്ലുന്ന മുഖതേജസ്സോടെ മന്ദഹസിച്ചുകൊണ്ട് സരസ്വതിയുടെ രൂപത്തെയും ശിവഭഗവാൻ നമുക്ക് വർണ്ണിച്ചുകൊണ്ട് മൂലമന്ത്രമായ വിദ്യാഗോപാല മന്ത്രം ഉപദേശിച്ചു തരികയാണ്. കൈകൾ കൂപ്പി വിനീതരായി ശിവഭഗവാനിൽ നിന്നും നാം വിദ്യാഗോപാല മന്ത്രം സ്വീകരിക്കുകയാണ്.
കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. വിശിഷ്ടമായ മന്ത്രം നിത്യം ജപിക്കണമെന്ന് അരുളി ചെയ്യുകയാണ്. ശിവപാർവതിമാർ കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്നു. തഥാസ്തു. മന്ത്രസ്വീകരണത്തിന് ശേഷം നമ്മുടെ സൂക്ഷ്മമായ ശരീരം ഒരു ദിവ്യ ശരീരമായി തീരുകയാണ്. തിരിച്ച് സാവധാനം നമ്മുടെ അർച്ചനാ മണ്ഡപമായ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. ധ്യാനാവസ്ഥയിലിരിക്കുന്ന സ്ഥൂലമായ ശരീരത്തിലേക്ക് ഭ്രൂമധ്യത്തിലൂടെ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായി ഉണരുകയാണ്. കൈകാലുകൾ ചലിക്കുകയാണ്. സാവധാനം നമ്മുടെ കൈകളും കാലുകളും എല്ലാം ഊർജാവസ്ഥ നിറയുകയാണ്. കൈകാലുകൾ ചലിക്കുകയാണ്. ഇരു കൈകളും പരസ്പരം ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് പരസ്പരം ഉരച്ച് നമ്മുടെ മുഖത്തോട് ചേർത്ത് വയ്ക്കുക. സാവധാനം കൈകൾ കൊണ്ട് മുഖത്തെ തലോടി കൈകളിലേക്ക് നോക്കി സാവധാനം കണ്ണുകൾ തുറക്കുക. വിളക്കിനെ ദർശിക്കുക. ഇപ്പോൾ നാം പൂർണ്ണമായും പൂജയ്ക്ക് അർഹനായി തീർന്നിരിക്കുകയാണ്. ശിവഭഗവാൻ ഉപദേശിച്ചു തന്ന ആ മന്ത്രവും അർച്ചനയ്ക്ക് യോഗ്യമായ ഒരു ശരീരവും നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഭഗവാനെ വിളക്കിലേക്ക് സാന്നിധ്യത്തിൽ ആവാഹിച്ചുകൊണ്ട് പൂജ ചെയ്യുകയാണ്. അതിനായി എല്ലാവരും തയ്യാറെടുക്കുക. എല്ലാവരും അല്പം പുഷ്പവും ചന്ദനവും ജലവും ഒരുമിച്ച് ചേർത്ത് എടുക്കുക. കൈകളിൽ ഇരു കൈകളും ചേർത്ത് പിടിച്ച് ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലുക. ഒരുമിച്ച് ചേർത്ത് രണ്ട് കൈകളും ഒരുമിച്ച് ചേർത്ത് പുഷ്പവും ജലവും ചന്ദനവും ചേർത്ത് പിടിക്കുക. തൊഴുതു പിടിക്കുക. എല്ലാവരും ചൊല്ലുക. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ശ്രീകൃഷ്ണ ഭഗവാനെയും സരസ്വതി ദേവിയുടെയും രൂപം മനസ്സിൽ കാണുക. ശ്രീ വിദ്യാഗോപാല ഭഗവാൻ ആവാഹയാമി. ശ്രീ വിദ്യാഗോപാല ഭഗവാനെ സരസ്വതി സമേതനായ ശ്രീകൃഷ്ണ ഭഗവാനെ വിളക്കിലേക്ക് ആവാഹിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഇരു കൈകളും നീട്ടി വിളക്കിന്റെ പാദങ്ങളിലേക്ക് പുഷ്പങ്ങളെ സമർപ്പിക്കുക. ഇപ്പോൾ വിളക്കിലേക്ക് തന്റെ മനഃശക്തിയും ക്രിയാശക്തിയും സമ്പൂർണീകരിച്ച് വിദ്യാഗോപാലമൂർത്തിയുടെ ചൈതന്യം പ്രത്യക്ഷീഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ അല്പം ജലം വലത് കൈയിലെടുത്ത് വിളക്കിന്റെ പാദങ്ങളിലേക്ക് ഓരോ തുള്ളിയായി സമർപ്പിക്കുക. ഓം അർഘ്യം നമഃ, ഓം പാദ്യം നമഃ, ആചമനീയം നമഃ, സ്നാനം നമഃ. ഒരു പൂവെടുത്ത് ജലത്തിൽ തൊട്ടുകൊണ്ട് 3 തവണ വിളക്കിലേക്ക് തളിക്കുക. ഓം ആപാത്മന ജലം കൽപ്പയാമി നമഃ. ഒരു പുഷ്പമെടുത്ത് ചന്ദനത്തിൽ തൊട്ടുകൊണ്ട് 3 തവണ തളിക്കുക. ഓം പ്രത്യാത്മന ഗന്ധം കൽപ്പയാമി നമഃ. വീണ്ടും പുഷ്പമെടുത്ത് 3 തവണയായി സമർപ്പിക്കണം. ഓം ആകാശാത്മന പുഷ്പം കൽപ്പയാമി നമഃ. വീണ്ടും ഒരു പൂവെടുത്ത് ഓം വായുവാത്മന ധൂപം കൽപ്പയാമി നമഃ. വീണ്ടും ഒരു പുഷ്പമെടുത്ത് ഓം അഗ്നി ആത്മന ദീപം കൽപ്പയാമി നമഃ. ഇത് നമ്മൾ ചെയ്തത് സ്വാഹ
സമാനായ സ്വാഹ. ഓം ശ്രീ വിദ്യാഗോപാലായ സ്വാഹ. കൈ നിറയ്ക്കുക. കൈ നിറച്ചതിന് ശേഷം എല്ലാവരും ഭഗവാൻ ദിവ്യം സ്വീകരിച്ചതായി നമ്മൾ ഭാവനയിൽ കാണുക. സാവധാനം ജലമെടുത്ത് വിളക്കിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. വിളക്കിൽ നിന്നും ഒരു പൂ എടുക്കുക. എന്നിട്ട് നമ്മൾ അത് പുറത്തേക്ക് കളയുക. കൈ നനയ്ക്കുക. അതിനുശേഷം കൈയിലേക്ക് അല്പം ജലമെടുത്ത് വിളക്കിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചെല്ലുക. ഓം ഹസ്തപ്രക്ഷാളനം നമഃ. ഓം ദ്വാദശവാരം ഗണ്ഡൂഷം നമഃ. വീണ്ടും ഓം ആചമനീയം നമഃ. ഇനി ഭഗവാനോട് ആവാഹനം ചെയ്തു, പൂജ നടത്തി, നിവേദ്യം സമർപ്പിച്ചു. ഇനി നമ്മൾ ഭഗവാനെ മന്ത്രം ചൊല്ലി ഒരു 24 തവണ വിദ്യാഗോപാല മന്ത്രം ചൊല്ലി ഭഗവാൻ ആശിച്ചു. അപ്പൊ നിങ്ങൾക്ക് മുമ്പിലുള്ള പുഷ്പമെടുത്ത് ഓരോ തവണ മന്ത്രം ചൊല്ലി കഴിയുമ്പോഴും നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക. മന്ത്രം ചൊല്ലി കഴിഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കും. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാവാശു പ്രയച്ഛ മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാവാശു പ്രയച്ഛ മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാവാശു പ്രയച്ഛ മേ. രണ്ട് കൈയുമായി ഒരുമിച്ച് ചേർത്ത് തൊഴിലെടുക്കുക. ഈ അക്ഷരയിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് പുറത്ത് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു പൂർണ്ണ പുഷ്പാഞ്ജലിയായി ഭഗവാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഓം ബ്രഹ്മാർപ്പണമസ്തു. സമർപ്പിക്കാം. വീണ്ടും പുഷ്പം എല്ലാവരും കണ്ണു അടച്ച് നന്നായി ഭഗവാനോട് പറയുക. എന്താ പറയുന്നത്? ഭഗവാനെ, അവിടുത്തെ ആവിധം പൂജിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന അടിയനെ എല്ലാവരുടെ തെറ്റുകളും പുറത്ത് ക്ഷമിച്ച് പൂർണ്ണമായും അവിടുത്തെ മാറോട് ചേർത്ത് തന്നെ തുടർന്ന് അനുഗ്രഹിക്കണമേ. ഇനി എല്ലാവിധ ദോഷങ്ങളെയും മറന്നുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകണമേ. പൂർണ്ണമായും അറിവ് നേടാനുള്ള കഴിവിലേക്ക് നൽകണമേ. എനിക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ പൂർണ്ണമായും പഠിക്കാനും യാതൊരു വിഷമവും കൂടാതെ പരീക്ഷയ്ക്ക് വ്യക്തമായി എഴുതിക്കാനും സാധിക്കുമാറാകണമേ. ഭഗവാനെ, എനിക്ക് വിഷമമുള്ള വിഷയങ്ങളെ വളരെ ലളിതമായി അവിടുത്തെ മുൻപിലേക്ക് കാണിച്ചു തരണമേ. എന്റെ മനസ്സിലുള്ള എല്ലാ അറിവുകളും ഭഗവാൻ തന്നതാണ്, അങ്ങ് തന്നെയാണ്. യഥാസമയം എന്റെ മുന്നിലേക്ക് വന്ന് എന്റെ തൂലികയിലൂടെ ഭഗവാന്റെ കടാക്ഷത്താൽ അത് പരീക്ഷാ പേപ്പറിലേക്ക് പകർത്താനും എനിക്ക് ഉന്നത വിജയം നേടാനും കഴിയുമാറാകണമേ. ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിൽ നിന്നുകൊണ്ട് ദാസനായി തൊട്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അടിയനെ എല്ലാ ജീവിത വിജയങ്ങളും ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഭഗവാനെ, എന്റെ കുടുംബത്തിൽ എന്റെ അച്ഛന്, അമ്മയ്ക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യം ഉണ്ടാകാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭഗവാനെ, എന്റെ കുടുംബത്തിലും എന്റെ സമൂഹത്തിലും എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകാൻ അവിടുന്ന് കരുണാമയനായി അനുഗ്രഹിക്കണം. ഭഗവാൻ കൈകൾ ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്നതായി കാണുക. ആ പുഷ്പങ്ങളെ വിളക്കിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. ആ പാദങ്ങളെ ഒന്ന് തൊട്ട് ശിരസിലേക്ക് വെക്കുക. എല്ലാവരും കർപ്പൂരമിട്ട് ഒഴിഞ്ഞ് 3 തവണ ഒഴിഞ്ഞ് ഒരുമിച്ച് ആ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളൂ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. 3 തവണ ഒഴിഞ്ഞ് താഴെ വെച്ചോ. എല്ലാവരും ഒരുമിച്ച് ചെയ്യുക. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. താഴെ വയ്ക്കൂ. എല്ലാവരും കർപ്പൂരം ഒഴിഞ്ഞ് താഴെ വയ്ക്കൂ. ഒരു പുഷ്പം എടുത്ത് കർപ്പൂരത്തെ ഒഴിഞ്ഞ് വിളക്കിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. ഒരു പുഷ്പം എടുത്ത് കർപ്പൂരത്തെ ഒഴിഞ്ഞ് വിളക്കിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക.
ഒരു പുഷ്പം എടുത്ത് ജലത്തിൽ മുക്കി കർപ്പൂരത്തെ ഒഴിഞ്ഞ് വിളക്കിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. നിങ്ങൾ ആ കർപ്പൂരത്തെ 2 കൈകൾ കൊണ്ടും നമ്മുടെ അകത്തേക്ക് ഘ്രാണനം ചെയ്യുക, സ്വീകരിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭീഷ്ടം ഭഗവാനോട് പറയാനുണ്ടെങ്കിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷം ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാനോട് പൂർണ്ണമായും നിങ്ങൾ മനസ്സർപ്പിച്ചുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കും. കണ്ണുകളടച്ച് നന്നായി ഒന്ന് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. നമ്മുടെ ഇഷ്ടവിഷയം ആ ധ്യാന സ്വരൂപത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ ഇഷ്ടവിഷയം തനിക്ക് നേടേണ്ടതായ കാര്യങ്ങൾ, തന്റെ ലക്ഷ്യങ്ങൾ എല്ലാം നിറവേറ്റി തരണമെന്ന് സകല ജ്ഞാനങ്ങളും സകല വിദ്യയും സർവശാസ്ത്രവും അവിടുന്ന് എനിക്ക് പ്രദാനം ചെയ്യണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ 2 കൈകളും ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്നതായി ഭാവന ചെയ്യുക. പ്രാർത്ഥന നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുക. അല്പം പുഷ്പം, ചന്ദനം, തീർത്ഥം എല്ലാം ഒരുമിച്ചെടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി മലർത്തി വിളക്കിന്റെ ചുവട്ടിലേക്ക് പിടിക്കുക. കൈകളിൽ അല്പം പുഷ്പവും ജലവും ചന്ദനവും എടുക്കുക. കൈകൾ 2 കൈകളും വിടർത്തി വിളക്കിന്റെ ചുവട്ടിലേക്ക് പിടിക്കുക. വിളക്കിന്റെ ചുവട്ടിൽ നിന്നും 2 കൈകളും സാവധാനം പതുക്കെ വിളക്കിന്റെ മുകളിലേക്ക് ഉയർത്തിക്കൊള്ളുക. സാവധാനം ഈ പ്രപഞ്ചത്തിൽ നിന്ന് നാം ഭഗവത് ചൈതന്യത്തെ ആവാഹിച്ച് തിരിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ ഭഗവന്റെ ചൈതന്യത്തെ തിരിച്ചയക്കുകയാണ്. സാവധാനം കൈകളെ മുകളിലേക്ക് ഉയർത്തുക. കൈകൾ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേ നിങ്ങളുടെ ശിരസിന് മുകളിലേക്ക് കൊണ്ടുവരിക. സാവധാനം മുകളിലേക്ക് നോക്കൂ, നിങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ. കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഒരു ചന്ദനത്തിരിയിലെ മുഖനാമം എപ്രകാരമാണോ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുന്നത് അപ്രകാരം ഭഗവത് ചൈതന്യത്തെ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുന്നതായി ഭാവന കാണുക. കണ്ണുകൾ അടച്ചുകൊണ്ട് സാവധാനം ഈ പ്രപഞ്ച ശക്തിയിലേക്ക് ഭഗവത് ചൈതന്യം ലയിച്ചു ചേരുന്നതായി കണ്ടുകൊണ്ട് ആ പുഷ്പങ്ങളെ നിങ്ങളുടെ ശിരസിലേക്ക് സമർപ്പിക്കുക. പൂർണ്ണമായും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് പുഷ്പങ്ങളെ ശിരസിലേക്ക് സമർപ്പിക്കുക. ഇവിടെ നിന്നാണോ ഭഗവത് ചൈതന്യം വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോയതായി സ്മരിക്കുക. വിളക്കിൽ നിന്ന് 2 പുഷ്പമെടുത്ത് ആ വിളക്കിൽ ഒഴിഞ്ഞ് ഒന്ന് വാസനിക്കുക. വിളക്കിൽ ചോട്ടിൽ നിന്ന് 2 പുഷ്പമെടുത്ത് ഒന്ന് ഒഴിഞ്ഞ് നിങ്ങളത് വാസനിക്കുക. ആ ചൈതന്യത്തെ പൂർണ്ണമായും നാം ഉൾക്കൊള്ളുകയാണ്, നമ്മൾ അർച്ചന ചെയ്ത ആ ചൈതന്യത്തെ. അതിനുശേഷം ആ പുഷ്പം പുറത്തേക്ക് കളയുക. വീണ്ടും 2 പുഷ്പമെടുക്കുക. നിങ്ങളുടെ ചെവികളിലും അതുപോലെ തന്നെ 2 ചെവികളിലും ശിരസിലും ചൂടുക. ബാക്കിയുള്ള എല്ലാ പുഷ്പവും ഇത് നിങ്ങളുടെ പ്രസാദമാണ്, അർച്ചനാ പ്രസാദമാണ്. ആ പുഷ്പം നമുക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇനി കൈകൾ കൂപ്പി തൊഴുതുകൊണ്ട് ഭഗവാനോട് നാം ചെയ്ത പൂജയിലോ പ്രാർത്ഥനയിലോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണമേ എന്ന് ഒരു ക്ഷമാ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് നിവർന്ന് ഇരിക്കുക, കൈകൾ തൊഴുതുകൊണ്ട്. ഒന്ന് സാവധാനം എഴുന്നേറ്റ് നിന്നോളൂ. എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ. പതുക്കെ എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് അവിടെ തന്നെ നിൽക്കുക. കയ്യിലുള്ളതെല്ലാം താഴെ വയ്ക്കുക. കയ്യിലുള്ളതെല്ലാം താഴെ വയ്ക്കുക. കൈകൾ കൂപ്പി നിൽക്കുക. തൊഴുതുകൊണ്ട് സംസാരിക്കരുത്, എല്ലാവരും ചിരിക്കരുത്. കണ്ണുകൾ അടച്ച് തൊഴുതുകൊണ്ട് ഭഗവത് സാന്നിധ്യത്തിലാണ് നാം ഇരിക്കുന്നത്. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ വിദ്യാഗോപാലായേതി സമർപ്പയാമി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.
നമഃ ശിവായ. ഓം 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 അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം അവിടെ വിളക്കിന്റെ പാദങ്ങളെ ഒന്ന് തൊട്ട് നമസ്കരിക്കുക. മുട്ടുമടക്കി നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ ശിരസ് തൊട്ടുകൊണ്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ തൊട്ട് നമസ്കരിക്കുക. എഴുന്നേറ്റ് അവിടെ നിൽക്കുക. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് അവിടെ നിൽക്കണം. നമ്മൾ ഈ പൂജ ചെയ്തതിൻ്റെ എല്ലാ ഗുണവും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതെല്ലാം നമുക്ക് സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം അവിടെ നിൽക്കുക. നന്നായി കണ്ണടച്ച് നിൽക്കുക. ഒന്നും കണ്ടില്ല എന്നെ